എപ്പോഴും നിങ്ങളുടെ മുന്നിലാണ് ഉള്ളത്. ഇല്ല ഇല്ല ഇല്ല, അത് തോന്നുന്നതാണ് കേട്ടോ. ഇന്നും നീരാണല്ലോ അതിലിടെ. ഒരു കുഴപ്പമില്ല, നോക്കലോ. അത് ഈ കണ്ണാടിയുടെ ഇത് എന്താണ് ഇതുകൊണ്ട് മിറർ എഫക്റ്റ് ആയിരിക്കും കേട്ടോ. എന്തൊരു എഫക്റ്റ് ആയിരിക്കും. കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ ലോഗ്. അയ്യോ, ഞാൻ എന്തായാലും ചോദിച്ചത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. കാണാൻ കഴിയില്ല. ദോശ വേണോ പൊന്നിന്? അമ്മ തരാം. നിഷ്കു വെൽക്കം കേട്ടോ, ലൈവിലേക്ക് സ്വാഗതം. നിഷ്കു ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. നിഷ്കുവേ, നിഷ്കു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഇന്ന് വർക്കുണ്ടോ നിഷ്കു? എൻ്റെ കന്യാകുമാരി, ഞാൻ എല്ലാം നിർത്തി. ഇനി നല്ല കുട്ടിയാകാൻ തീരുമാനിച്ചു. എന്നാൽ എന്നെ തേച്ചിട്ടും പോയി എന്ന് തോന്നുന്നു. എൻ്റെ അപർണ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം. ഞാൻ അന്വേഷിച്ചു എന്ന് പരാതി പറയുന്നുണ്ട്. രാവിലെ തന്നെ എന്നോട് വന്ന് പരാതി പറയണം നമ്മുടെ നിഷ്കു കൂട്ടൻ. നിഷ്കു തീർത്ത തിരക്കാണ് എന്ന് പറയുന്നുണ്ട് കേട്ടാ. തീർത്ത അതെയാ, ഓക്കെ ഓക്കെ തീർത്ത, കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ. നിഷ്കു നിഴലെന്ന് പറയുന്നുണ്ട്. നിഴലും അല്ല അല്ല അല്ല, ഇത് വേറൊരു സാധനമാണ് കേട്ടോ. എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. പക്ഷെ നമ്മളെ ബാധിക്കുന്ന ഒരു സംഭവം തന്നെ കേട്ടോ. രണ്ടക്ഷരമുള്ളൊരു സംഭവമാണ്. എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ടാവും ഞാൻ, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. അതാ പൊന്നാ കഴിക്കേ മുത്തേ. അയ്യോ എന്റെ ദൈവമേ, പൊന്നിനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? ഇതിൻ്റെ അകത്ത് ഡ്രസ് കോഡിന്റെ പ്രശ്നമുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല, മാറിയത് കണ്ടാകുമ്പോ പണിയാണ്. പൊന്നു, ഞാൻ ഉടുപ്പിട്ട് തന്നല്ലേ, എന്തോ മാറ്റിയത് പൊന്നമ്മ? ഗോപിക നിഴലെന്ന് പറയുന്നുണ്ട്. എരിവമ്പുളിയും മുത്തേന്ന് വിളിക്കുന്നുണ്ട്. നേരത്തെ വന്നിരുന്നു. ഞാൻ ഒരുപാട് കമന്റ്സ്. ഓക്കെ ഓക്കെ, ഒരുപാട് കമന്റ്സിന് പുറകായിപ്പോയി കേട്ടോ. ഓക്കെ, നിഷ്കു എൻ്റെ തീർത്താന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. പിന്നെ എരിവുമ്പുളിയും പിന്നെ അമ്മ എന്താണ് ഫുഡൊക്കെ റെഡിയായോ? ഉച്ചക്കത്തേക്കുള്ള കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? നിഷ്കു എൻ്റെ തീർത്താന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അരുൺ നീലക്കുപ്പായുള്ളവർ എന്നെ കൂട്ടാക്കി ഷോർട്സിൽ കമന്റ് ഇടുമെന്ന് പറയുന്നുണ്ട്. അരുൺ ഞാൻ കൂട്ടാണല്ലോ അല്ലേ? അരുൺ എൻ്റെ ഷോർട്സിനൊന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ. തീർത്തക്കൂട്ട നിഷ്കു എന്ന് വിളിക്കുന്നുണ്ട്. അമ്മ എഴുത്തുണ്ട്, പുസ്തകമല്ല, ചിത്രമുണ്ട്, ചുമരല്ല, വട്ടത്തിലാണ്, ചക്രമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം ഇതിൻ്റെ ആൻസർ. എടാ, ഞാൻ ചോദിച്ചതിൻ്റെ ആൻസർ പറഞ്ഞില്ലല്ലോ. എരിവുമ്പുളിയും കഴിച്ചോ നീ എന്ന് ചോദിക്കുന്നത്. കഴിച്ചോ അമ്മ? കഴിച്ചു കേട്ടോ. അമ്മയെ ഷാഡോ എന്ന് വിളിക്കുന്നുണ്ട്. അമ്മ നിഴലെന്ന് പറയുന്നുണ്ട്. നിഴല് നമുക്ക് കാണാമല്ലോ. ഇത് നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഞാനെപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഫസ്റ്റ് ലെറ്റർ ഭ. നിഷ്കു എൻ്റെ തീർത്ത സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിഷ്കു ഇതേതാ പുതിയൊരു അമ്മയ വന്നിരിക്കുന്നത്? അതെ, അമ്മയുണ്ട്. അമ്മയെ പുതിയതല്ല, കുറച്ച് ദിവസം കൊണ്ടുണ്ട് നമ്മുടെ കൂടെ. തീർത്ഥക്കൂട്ടൻ സുഖം തന്നെ. അവിടെയോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയെ നിഷ്കുന് ഹായ് പറയുന്നുണ്ട്. നിഷ്കു അവിടെയും തീർത്ത അങ്ങനെയൊക്കെ ജീവിതമൊക്കെ കടന്നു പോകുന്നു എൻ്റെ തീർത്ത എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. നിഷ്കു ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ അവിടെ വന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വരാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട് നിഷ്കു. അമ്മയെ ഹായ് ഹായ് ഞാൻ തന്നെയാന്ന് പറയുന്നുണ്ട് കേട്ടോ. നിഷ്കു അമ്മയെ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പൂച്ചക്ക് കൊടുക്കണ്ട, കൊടുത്താ നീ അവന് നേരത്തെ കൊടുത്തായിരുന്നു. ആര് പറഞ്ഞു? അവൻ പറഞ്ഞു. എന്താ കുഞ്ഞ? എന്നാ കൊടുക്കും, അല്ലെങ്കിൽ ഇനി സമാധാനം ഉണ്ടാവില്ല. ഓക്കേ അമ്മ കണ്ണ് എന്ന് പറയുന്നുണ്ട്. കണ്ണല്ല. നിഷ്കു അമ്മയെ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ വീണ്ടും കണ്ണെന്ന് പറയുന്നുണ്ട്. അമ്മയെ ചുമ്മാ എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മയെ കരയുമ്പോൾ എനിക്ക് അത് കണ്ടു നിൽക്കാനും കഴിയില്ല. എന്താ ഇത്? അതിൻ്റെ ഗുട്ടൻസ് പറഞ്ഞു തരുമ്പോൾ എൻ്റെ കന്യാകുമാരി എന്ന് പറയുന്നത്. അതാണ് കേറിങ് കേട്ടോ നിഷ്കുവേ. ഗോപിക മൂക്കാണോ എന്ന് ചോദിക്കുന്നു. മൂക്കല്ല. അമ്മയ നിഷ്കു അത് നിഷ്കളങ്കാന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയ എന്നെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്, അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കരയുന്നുണ്ട് നിഷ്കു. സുന്ദരിയായ അമ്മയാണല്ലോ എന്ന് പറയുന്നുണ്ട്. കരയുന്നുണ്ട്.